പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 സയൻസ് വിദ്യാർത്ഥികളുടെ കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 1-ൽ ഇന്ന് സോളിഡ് സ്റ്റേറ്റ് എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. +2 കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റുകളെ പഠിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് 5 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സോളിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിഫക്റ്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഡിസ്കഷനിൽ കൂടുതലായി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ടേംസ് ഓഫ് ബാൻഡ് തിയറി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ? 2 മാർക്കിന്റെ ചോദ്യം. ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സ് എന്താണ്, സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ ബാൻഡ് തിയറിയെ കുറിച്ച് പഠിച്ചു. അവിടെ 2 തരം ഇലക്ട്രോണുകളെ കുറിച്ച് പഠിച്ചു. കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ, അതുപോലെ തന്നെ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ സോളിഡിനെ പൊതുവെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3ആയി ക്ലാസിഫികരിക്കുന്നു: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. പാർഷ്യലായി വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രക്രിയയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാവുന്നതാണ് കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തിവിടും. ഇനി ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സിനകത്ത് ഉണ്ടാവുന്ന കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും there is a very small gap between വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഒരു കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രാധാന്യം ഇതാണ്. ഒരു കണ്ടക്ടറിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. എന്നാൽ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അർദ്ധചാലകത്തിൽ നോക്കിയാൽ there is a small energy gap between valence band and conduction band. ഒരു കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. എവിടെ? സെമി കണ്ടക്ടറിൽ. ഇൻസുലേറ്ററിൽ നോക്കിയാൽ വലിയൊരു ഗ്യാപ്പ് ആയിരിക്കും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ. ആ ഒരു എനർജി ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. അങ്ങനെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്താണ് ഒരു കണ്ടക്ടറിൽ കാണപ്പെടുന്നത്. എന്നാൽ ഒരു ചെറിയ എനർജി ഗ്യാപ്പ് കാണും സെമി കണ്ടക്ടറിൽ, ഒരു ലാർജ് എനർജി ഗ്യാപ്പ് കാണും ഇൻസുലേറ്ററിൽ. അങ്ങനെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്താണ് ഒരു കണ്ടക്ടറിൽ കാണപ്പെടുന്നത്. എന്നാൽ ഒരു സെമി കണ്ടക്ടറിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രക്രിയയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. പല ഇംപ്യൂരിറ്റീസും ആഡ് ചെയ്ത് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രക്രിയ നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കും. സെമി കണ്ടക്ടറിനെ നമുക്കറിയാം അർദ്ധചാലകങ്ങൾ എന്ന് പറയും. പലപ്പോഴും ചിപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഈ സെമി കണ്ടക്ടർ പലപ്പോഴും ഉപയോഗിക്കും. ഇനിയും 2ാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം. 2 മാർക്കിൽ ചോദ്യം. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കുന്നു. They acquire magnetism when placed in a strong magnetic field. ഒരു ശക്തമായ കാന്തത്തിന്റെ പ്രഭാവത്തിൽ മാഗ്നറ്റിസം അക്വയർ ചെയ്യുന്ന സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യപ്പെടുന്ന വസ്തുക്കളെ നമ്മൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കും. A ferri magnetic material has weaker magnetic field. വളരെ വീക്കായ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിനുള്ളത്. In ferromagnetic substances, the magnetic moments are aligned in opposite direction. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ മാഗ്നറ്റിക് മൊമെന്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയും അറ്റോമിക് മൊമെന്റുകൾ എന്ന് പറയും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ സ്ട്രോങ് ആയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് ചെയ്യും.
ഇനി മൂന്നാമത്തെ ചോദ്യം, solids can be classified into 3 types based on electrical conductivity. Name 3 types of solid classified on the basis of electrical conductivity. How will you explain such classification based on band theory? നമ്മൾ ആദ്യം ഒന്നാമത്തെ ഒരു ചോദ്യം കണ്ടു. ഞാൻ എപ്പോഴും പറഞ്ഞു ബാൻഡ് തിയറി എന്ന് പറയുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ്. ആ ഒരു ടോപ്പിക്കോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെയും കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനെ ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ് ചോദ്യം. 3 മാർക്കിന്റെ ചോദ്യമാണ്, 2 സബ് ഡിവിഷൻ ഉണ്ട് മൂന്നാമത്തെ ചോദ്യത്തിൽ. നമുക്ക് ആദ്യത്തെ സബ് ഡിവിഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. Conductors, semiconductors and insulator. A conductor is a substance which transmits electricity. കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. പാർഷ്യലായി കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. പലപ്പോഴും മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നു, സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു. വുഡ്, പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ റബ്ബർ പോലെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും, പാർഷ്യലായി മാത്രം കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നും, കറണ്ട് ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റൽസ് പൊതുവെ കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടർ പാർഷ്യലായി മാത്രം കറണ്ട് കടത്തിവിടുന്നു, ഒട്ടും കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. ഇൻ കണ്ടക്ടർ ദ ബാലൻസ് ബാൻഡ് ഈസ് ഐദർ പാർഷ്യലി ഫിൽഡ് ഓർ ഓവർലാപ്ഡ് വിത്ത് കണ്ടക്ഷൻ ബാൻഡ്. ഒരു കണ്ടക്ടറിൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. സോ ഇലക്ട്രോൺസ് ക്യാൻ ഫ്ലോ ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. എനർജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് വേണമെങ്കിൽ എങ്ങോട്ട് ജമ്പ് ചെയ്യാം? കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാം, ഒരു കണ്ടക്ടറിന്റെ അടിസ്ഥാനത്തിൽ. ഇൻ സെമി കണ്ടക്ടർ ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ. ഒരു സെമി കണ്ടക്ടറിൽ എനർജി ഗ്യാപ്പ് ഉണ്ട് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ. സോ ഫ്രീ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ, വളരെ ഫ്യൂ ആയ ഇലക്ട്രോൺസ് മാത്രമേ ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ സെമി കണ്ടക്ടർ. ഇൻ ഇൻസുലേറ്റർ ദർ ഈസ് എ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ് ഇൻസുലേറ്റർ. സോ നോ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും ബാലൻസ് ബാൻഡിലോട്ട് ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാൻ ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. അങ്ങനെ ഒരു കണ്ടക്ടറിൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യുന്നു. ഇലക്ട്രോണുകൾക്ക് ഫ്ലോ ചെയ്യാം. ഇലക്ട്രോൺസ് ക്യാൻ ഫ്ലോ ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. ഇൻ സെമി കണ്ടക്ടർ ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഒരു സെമി കണ്ടക്ടറിൽ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ചെറിയ എനർജി ഗ്യാപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞു ഈ എനർജി ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. സോ ഫ്യൂ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. കുറച്ച് ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ ഒരു ഇൻസുലേറ്ററിൽ ഈ ഒരു ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഡാഷ് എന്നൊരു ചോദ്യമാണ്. ഒരു ക്രിസ്റ്റലിന്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ്. അവിടെ ലാറ്റിസ് പോയിന്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ബ്രെവിസ് ലാറ്റിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, സ്പേസ് ലാറ്റിക്സ് കൊടുത്തിരിക്കുന്നു, യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ 4 ഓപ്ഷനുകളാണ് നമ്മുടെ ഉത്തരമായി അവിടെ പരിഗണിക്കുന്നത്. ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലാണ്. ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്റ്റലിലെ ഏറ്റവും ചെറിയ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ എന്ന് നമ്മൾ പഠിച്ചു നോക്കുക. ഒരു യൂണിറ്റ് സെല്ലിന്റെ പ്രാധാന്യം
അത് റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സോളിഡ്സിനെ കുറിച്ച് പഠിച്ചു, ക്രിസ്റ്റലൈൻ സോളിഡ് പഠിച്ചു, അമോർഫസ് സോളിഡിനെ കുറിച്ച് പഠിച്ചു. ഈ രണ്ടുപേരും തമ്മിലുള്ള ക്രിസ്റ്റലൈൻ സോളിനും അമോർഫസ് സോളിനും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിനെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ എന്ന് പഠിച്ചു. ഒരു മാർക്കിന്റെ ചോദ്യമാണ്, വളരെ സിമ്പിളായി എഴുതാൻ കഴിയുന്ന ഒരു ഉത്തരമാണിത്. യൂണിറ്റ് സെൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി 5ാം ചോദ്യം, ടീച്ചർ എക്സ്പ്ലെയിൻ ദ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ഇൻ എ ക്ലാസ്. Explain with the help of a diagram the important difference in Schottky and Frenkel defects. 2 മാർക്ക്. What are the consequence? 1 മാർക്ക്. ഇങ്ങനെ ഡിഫക്ട്സുകൾ എന്ന് പറയുന്ന ഒരു സെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചോദ്യം. ടീച്ചർ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പോടുകൂടി ഷോട്ട്കിയും ഫ്രെങ്കൽ ഡിഫക്റ്റുകളെയും എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഈ ഡിഫക്റ്റുകളുടെ ഫലമായി എന്ത് സംഭവിക്കുന്നു, എന്ത് ചേഞ്ചുകളാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സുകളെ പൊതുവെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം, ഷോട്ട്കി ഡിഫക്ട്സും ഫ്രെങ്കൽ ഡിഫക്ട്സും. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പ്ലനേഷൻ. നോക്കുക, ഷോട്ട്കി ഡിഫക്ട്സ് അറൈസസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റിയോൺസ് ഫ്രം ദ ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും മിസ്സിംഗ് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ദ മിസ്പ്ലേസിംഗ് ഓഫ് കാറ്റിയോൺ ഫ്രം ദ ലാറ്റിസ് സൈറ്റ് ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മിസ്പ്ലേസിംഗ് ഓഫ് കാറ്റിയോൺ. ഷോട്ട്കി ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റിയോൺസ്. അതാണ് ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ ഷോട്ട്കി ഡിഫക്ട്സിന്റെ ഒരു കോൺസിക്വൻസ് നോക്കുക, ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് എ സോളിഡ്. സോളിഡിന്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്തു, കാരണം അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഡസ് നോട്ട് ചേഞ്ചസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. സോളിഡിന്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഇനി നമ്മുടെ കോൺസിക്വൻസ് നോക്കുക, ബോത്ത് ഷോട്ട്കി ആൻഡ് ഫ്രെങ്കൽ ഡിഫക്ട് ഇൻക്രീസസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്. അതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷന്റെ ഒരു ഡെഫിനിഷൻ. ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സുകളെ പൊതുവെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. ഷോട്ട്കി ഡിഫക്റ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ അയോണിക് ക്രിസ്റ്റൽസ് which has high coordination number or in which the anions and cations are of equal size. Equal size എക്സിബിറ്റ് ചെയ്യുന്ന ആനിയോൺസും കാറ്റിയോൺസും ഉള്ള അയോണിക് ക്രിസ്റ്റൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. So Schottky defect is produced due to the missing of anions or cation from their normal site. നോർമൽ സൈറ്റിൽ നിന്നും കാറ്റിയോണുകളും ആനിയോണുകളും മിസ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് when some atoms or ions leave their normal site and occupy an interstitial site. Schottky defect lowers the density of a crystal. Frenkel defect does not affect the density of a crystal. Schottky defect exhibit ചെയ്യുന്ന അയോണിക് സോളിഡ്സ് ആണ്. ഹൈ കോർഡിനേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്ന അയോണിക് സോളിഡ്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് പോലെയുള്ള സോളിഡ്സ് പൊതുവെ ഷോട്ട്കി ഡിഫക്റ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ അയോണിക് സോളിഡ്സ് ഹാവ് ലോ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഇൻ വിച്ച് ദ ആനിയോൺസ് ആർ ലാർജർ ഇൻ സൈസ് കമ്പയർഡ് ടു കാറ്റിയോൺസ്. ആനിയോൺസിന്റെ സൈസ് ലാർജർ ആയിട്ട് വരുന്ന അയോണിക് സോളിഡ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഡിഫക്റ്റ് ആണ്, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. Schottky defect and Frenkel defect increases the electrical conductivity of solids. സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അവയുടെ ചാലക ശേഷി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം പഠിച്ചു നോക്കുക. കാരണം പലപ്പോഴും പൊതു പരീക്ഷയ്ക്ക് ഈ രൂപത്തിലുള്ള ചോദ്യം ചോദിക്കും, എന്താണ് ഷോട്ട്കി ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. നമ്മൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഡിഫറൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ 3 പോയിന്റ് ആണ് പ്രാധാന്യമായിട്ട് കൊടുത്തിരിക്കുന്നത്.
Schottky defect is produced due to the missing of anions or cations from their normal state. Equal number of cations anions ഉള്ള അയോണിക് സോളിഡ്സ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഷോട്ട്കി ഡിഫക്റ്റിന്റെ ഫലമായി ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി ലോവർ ചെയ്യും. ഇതാണ് ഷോട്ട്കി ഡിഫക്റ്റിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് നോക്കുക. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആറ്റംസ് ഓർ അയോൺസ് ലീവ് their normal site and occupy an interstitial site. ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അവയുടെ നോർമൽ സൈറ്റ് ലീവ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റിയെ യാതൊരു രൂപത്തിലും അഫക്ട് ചെയ്യാത്ത ഒരു ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. Frenkel defect is exhibited by ionic solids having low coordination number and in which the anions are larger than the size of cations. ആനിയോണുകളുടെ സൈസ് ലാർജർ ആയിട്ട് വരുന്ന അയോണിക് കോമ്പൗണ്ടുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഇത് വളരെയധികം മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്, എന്താണ് ഷോട്ട്കി ഡിഫക്റ്റ്? രണ്ടും സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളാണെന്ന് പറഞ്ഞു. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? ഒരു ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഗ്യാപ്പ് ഫിൽഡ് ആയി പോകുന്നു. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ആ ഒരു ഫിഗറിനകത്ത് വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്പേസ് എക്സിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്പേസ് കാണും. അതുകൊണ്ട് ഷോട്ട്കി ഡിഫക്റ്റ് ഡെൻസിറ്റിയെ ലോവർ ചെയ്യുന്നു. ആ ഒരു ഫിഗറിനകത്ത് രണ്ട് സ്പേസുകൾ അൺഒക്യുപ്പൈഡ് ആയിട്ട് കാണിക്കുന്നു, അവിടെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. So, Schottky defect lowers the density of crystal. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ആയി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.